വെൽക്കം ബാക്ക് ടു തൃശ്ശൂർക്കാരന്റെ പാസ്പോർട്ടും. ഇന്ന് നമ്മളൊരു വെറൈറ്റി ക്രിസ്മസ് ഡിഷാണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഗോവൻ സ്റ്റൈലിൽ ഒരു പോർക്ക് വിന്താലും നല്ല ടാങ്കി ഫ്ലേവറോട് കൂടി ഒരു പൊള്ളി സാധനം. അപ്പൊ നമുക്ക് ഇനി എന്തൊക്കെയാ വേണ്ടതെന്ന് കാണാം. അപ്പൊ നമ്മളിവിടെ 1 കിലോ പോർക്ക് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് കഴുകി വെച്ചിട്ടുണ്ട്. ഇതെന്ന് പറയുമ്പോൾ ഷോൾഡറും ബെല്ലിയും മിക്സ് ആണ്. അതാണ് നല്ല ബെല്ലി എടുക്കാന്ന് വെച്ചാൽ പോർക്ക് ബെല്ലി മാത്രം എടുക്കാന്ന് വെച്ചാൽ അതാണ് ഏറ്റവും ടോപ്പ്. പക്ഷെ നമ്മളിവിടെ ഷോൾഡറിന്റെയും പോർക്ക് ബെല്ലിയുടെ മിക്സ് ആണ് എടുക്കുന്നത്. അപ്പൊ നല്ല എന്താ പറയാ ഫാറ്റും നല്ല കണ്ടന്റ് ഉള്ള മീറ്റ് ഒക്കെ വെച്ച് നല്ലൊരു എന്താ പറയാ നല്ലൊരു കോമ്പിനേഷൻ ആണ്. പിന്നെ ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കുറച്ച് കശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗാർലിക്, ജിഞ്ചർ, ഒരു 12 ഗാർലിക് ഉണ്ട്, ജിഞ്ചർ, പിന്നെ ഒരു 2 സബോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കുറെ ഇതിനൊരു സ്പെഷ്യൽ മസാല നമ്മൾ തയ്യാറാക്കണം. അപ്പൊ ആ മസാലയ്ക്കുള്ളത് നമ്മൾ പരയ്ക്കാൻ പോവാണ്. നമുക്കപ്പോ അതിനാവശ്യമുള്ള സാധനങ്ങൾ വഴിയെ കാണാം. അപ്പൊ നമുക്ക് മസാല സെറ്റ് ചെയ്യാം. നല്ല ഫ്രഷ് ഒരു ഗോവൻ മസാല സെറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ നേരത്തെ കണ്ട കശ്മീരി ചില്ലി നമ്മൾ ഇടാണ്. പിന്നെ ഒരു എന്താ പറയാ നല്ലൊരു പീസ് ജിഞ്ചർ, പിന്നെ ഒരു 12 അല്ലി ഗാർലിക്, 1 ടീസ്പൂൺ ക്യൂമിൻ വേണം. നമുക്കൊരു 1 ടീസ്പൂൺ ക്യൂമിൻ ഇടാം. 1 ടീസ്പൂൺ പെപ്പർ നമ്മൾ ഇടാണ്. പിന്നെ ഒരു 5 ക്ലൗസ് ഇടുന്നുണ്ട് നമ്മള്. ഒരു ഫുൾ സിനമന്റെ സ്റ്റിക്ക് ഇടാണ്. 1 ടീസ്പൂൺ മസ്റ്റർഡ്, നമ്മുടെ നാട്ടിലുള്ള നല്ല കട്ടുക്ക്. ഒരു 6 ടീസ്പൂൺ ഗോവൻ വിനാഗിരി വേണം. നമുക്കുള്ളത് ഇവിടെ നോർമൽ വിനാഗിറാണ്. നമ്മൾ അത് വെച്ച് പട്ടയ്ക്കാൻ പോവാം. 6 ടീസ്പൂൺ ഇടുക, നല്ല ടാങ്കി ആയിട്ട് വരും. പിന്നെ ഒരു 2 സ്പൂൺ ഷുഗർ ഇടുന്ന എന്തിനാ വെച്ചാൽ ആ വിനാഗിരിയുടെ ടാങ്കിനെസ് ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പുളി കയറി ചിലപ്പോൾ കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ ആവശ്യമുള്ള ഒരു ഷുഗർ ഇടുക അവസാനം നമുക്ക് ബാലൻസ് ചെയ്യാം. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ഇതൊക്കെ കൂടി നല്ല രീതിയിൽ അങ്ങ് അരച്ചെടുക്കുക, നല്ല തിക്ക് പേസ്റ്റ് ആയിട്ട് അങ്ങ് അരച്ചെടുക്കുക. എന്നിട്ട് നമ്മളിത് മീറ്റിൽ മിക്സ് ചെയ്തിട്ട് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നല്ല കിട്ടു സാധനം കിട്ടും. നമുക്ക് പിന്നെ അരച്ചങ്ങ് എടുക്കുക. ഇനി നല്ല തിക്കായിട്ടുള്ള മസാല സെറ്റാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ മാരിനേറ്റ് ഇവിടെ സെറ്റ് ആണ്. അപ്പൊ നമുക്ക് മീറ്റിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട്, പിന്നെ നമ്മുടെ മാരിനേഷൻ അരച്ച സാധനങ്ങളും ഇട്ടിട്ട് നല്ല രീതിയിൽ തിരുമ്മി ഇടുക അവനെ. എന്നിട്ട് നമുക്ക് മാരിനേഷനിലോട്ട് പോവാം. അപ്പൊ നമുക്കൊരു 2 സ്പൂൺ ഇടാം. നല്ല രീതി അങ്ങ് അവനെ മിക്സ് ചെയ്തങ്ങ് ഇട്ടുക. നല്ല രീതി അവനെ ഞെരടി എടുക്കുക. ഒരു 2 മണിക്കൂർ സെറ്റ് ആക്കാൻ വെക്കുക. നല്ല ഫ്ലേവർ ഒക്കെ ഇറങ്ങി നല്ല സോഫ്റ്റ് മീറ്റ് ആയിട്ട് വരും. അപ്പൊ നല്ല മിക്സ് ചെയ്ത് സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. നമുക്കപ്പോ ഇതൊന്ന് റാപ്പ് ചെയ്തിട്ട് 2 മണിക്കൂർ ഫ്രിഡ്ജിലോട്ട് വെക്കാം. നിങ്ങളത് 24 hours ഓവർനൈറ്റ് വെക്കാൻ വെച്ചാൽ അത്രത്തോളം ടേസ്റ്റ് കൂടും. ശരിക്കും റെക്കമെൻഡ് ചെയ്യണത് 24 hours ആണ് ഓവർനൈറ്റ് വെക്കാന്നുള്ളതാണ്. നമുക്കിപ്പോ 2 മണിക്കൂർ സമയ പരിമിതികളുള്ള കാരണം വെച്ചിട്ട് നമുക്ക് അവനെ അങ്ങ് പടയ്ക്കാം. നമുക്ക് അവനെ അങ്ങ് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് 2 മണിക്കൂറിന് ശേഷം പടയ്ക്കാം. നമുക്ക് അവനെ പോർക്ക് നല്ല സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട് മാരിനേഷനിൽ. നമുക്ക് ബാക്കി പരിപാടിയിലോട്ട് എടുക്കാം. അപ്പൊ ഫസ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ സബോള സോട്ടേ ചെയ്യാന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി തട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ പരിപാടിയിലോട്ട് പോകാം. നമുക്ക് അവനിനി വഴറ്റി അങ്ങ് എടുക്കാം. സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് പോർക്ക് വിന്താലു. നമ്മൾ ആ മാരിനേഷൻ ഉണ്ടാക്കുക, പിന്നെ ഒരു 2 മണിക്കൂർ അത് സെറ്റ് ചെയ്യാൻ വെക്കുക. അതിനൊക്കെ സബോള വഴറ്റുക, പോർക്ക് മൊത്തം ഇടുക. അവസാനം നമ്മൾ എന്താ പറയാ സ്പൈസി ടാങ്കി ഫ്ലേവർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഒരു 2 മണിക്കൂർ സ്ലോ കുക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒരു 1 മണിക്കൂർ മിനിമം സ്ലോ കുക്ക് ചെയ്യുക. പരിപാടി വരുന്നു. ഉപ്പ് ഇടുന്നുണ്ട്, കാരണം സബോള പെട്ടെന്ന് വാടും. അപ്പൊ നമ്മൾ ഈ വിരലുകൊണ്ട് ഇങ്ങനെ ഉപ്പ് ഇടണമെന്ന് പറഞ്ഞാൽ ഫ്രഞ്ചുകാരുടെ ടെക്നിക്കാണ്. ഒരു സ്പൂൺ ഉപയോഗിക്കില്ല, എന്താണ് പണ്ടത്തെ കാലത്തെ മിക്കുമാര്. അപ്പൊ അതിന്റെ ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു 2 വിരലുകൊണ്ട് എടുക്കാൻ വെച്ചാൽ അത് ഒരു 1/4 ടീസ്പൂൺ ആയിട്ട് വരും. പിന്നെ നമ്മൾ 3 വിരൽ ഉപയോഗിക്കാൻ വെച്ചാൽ ഒരു 1/2 ടീസ്പൂൺ വരും. നമ്മൾ 4 വിരൽ ഉപയോഗിക്കാൻ വെച്ചാൽ ഒരു ഫുൾ സ്പൂൺ ആയിട്ടാണ്. അവരങ്ങനെയാണ് ചെയ്യുക. അവർ അവസാനമാണ് ഉപ്പ് ഇടുന്നത്. അപ്പൊ എന്താ പറയാ അവർ ടീസ്പൂൺ ഒന്നും എടുക്കില്ല, നേരെ കൈ വെച്ചിട്ട് ആവശ്യം ഉപ്പ് എന്നിട്ട് പരിപാടി അങ്ങ് അവസാനിക്കും. സിമ്പിൾ പരിപാടിയാണ്. അപ്പൊ നമ്മുടെ സബോള നല്ല സെറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഗോൾഡൻ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് പോർക്ക് ആഡ് ചെയ്തിട്ട് 2 മിനിറ്റ് ഒന്ന് ഓപ്പൺ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചിട്ട് പിന്നെ നമുക്ക് അടയ്ക്കാം. ഇനി നമുക്ക് അവനെ അങ്ങ് മിക്സ് ചെയ്ത് 2 മിനിറ്റ് അതിന്റെ ഓയിലും സെപ്പറേറ്റ് ആവണം. ഇനി ഇതൊരു 1 മണിക്കൂർ നല്ല സ്ലോ ഫയറിൽ കുക്ക് ചെയ്തങ്ങ് സെറ്റ് ചെയ്തെടുക്കണം. നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആവുന്ന വരെ മീറ്റ്. അപ്പൊ വിന്താലു സിമ്പിൾ ആയിട്ട് റെഡി ആയി. ക്രിസ്മസിന് നല്ലൊരു സ്പെഷ്യൽ ഡിഷ് കിട്ടും. നല്ല ജ്യൂസി ആയിട്ടുള്ളൊരു പോർക്ക് ഡിഷ്. നമ്മൾ സ്ഥിരം കഴിച്ചുകൊണ്ടിരിക്കണേന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ഗോവൻ വിന്താലു. നമ്മുടെ വിന്താലു ഉണ്ട്, പക്ഷെ ഇത് ഗോവൻ വിന്താലു. നമുക്ക് സിമ്പിൾ ആയിട്ട് ക്രിസ്മസിന് പറയാം. അപ്പൊ നമ്മൾ ഇവന് 2-3 മിനിറ്റ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഇതിന് വെള്ളം ഇറങ്ങി. അപ്പൊ എണ്ണയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വരണം. എന്നിട്ട് അപ്പൊ നമുക്ക് അടച്ചു വെച്ചിട്ട് സ്ലോ ഫയറിൽ നമുക്ക് കുറച്ചു നേരം വെക്കാം.
ചെയ്യുമ്പോൾ പരമാവധി പോർക്ക് ബെല്ലി ചെയ്യാൻ നോക്കുക. അപ്പൊ നല്ല ജ്യൂസി ആയിട്ടുള്ള മീറ്റും നല്ല ഫാറ്റ് കണ്ടന്റ് ഒക്കെ ഉള്ള റിച്ച് ആയിട്ടുള്ള ഒരു ഫ്ലേവർ വരും. പോർക്കിൽ നല്ല വെള്ളമൊക്കെ ഇറങ്ങി എണ്ണയ്ക്കായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നല്ല പൊളപ്പനായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ചൊരു 1 മണിക്കൂർ സ്ലോ കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് നല്ല ആവശ്യമുള്ള വെള്ളം ഒഴിക്കാം. നമുക്ക് ഇവനെ അങ്ങ് അടച്ച് വെക്കാം. ഇപ്പൊ ഇവിടെ ആവട്ടെ. അപ്പൊ നമുക്ക് 1 മണിക്കൂറിന് ശേഷം കാണാം. ഓക്കെ, അപ്പൊ അതേ എന്തായാലും ഇവിടെ ഒരു 1.5 മണിക്കൂറായിട്ട് സ്ലോ കുക്ക് ആവാണ്. നമുക്കത് എങ്ങനെ ഇട്ട് നോക്കാം. അപ്പൊ അതേ വെള്ളമൊക്കെ റെഡ്യൂസ് ആയിട്ട് എണ്ണ സ്പ്ലിറ്റ് ആയി ഓയിൽ സ്പ്ലിറ്റ് ആയി നല്ല സെറ്റപ്പ് ആയിട്ട് വന്നിട്ട് നല്ല തിക്കാണ്. നമുക്കിനി ഫ്ലേവർ എങ്ങനെ ഇട്ട് നോക്കിയിട്ട് പഞ്ചസാര ഇടണമെങ്കിൽ പഞ്ചസാര ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അങ്ങ് ഇട്ട് പോനെ. കണ്ടോ, നല്ല തിക്ക് ഗ്രേവി, നല്ല സോഫ്റ്റ് മീറ്റ് ആണ്. നിങ്ങൾക്ക് കാണാം, ഇത് കണ്ട ഒട്ടഞ്ഞങ്ങ് പോകും. അപ്പൊ ഒന്ന് കഴിച്ചോക്കെ എങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ്. കുറച്ച് ചാരെടുത്ത് നല്ല ടാങ്കി സ്പൈസി ഫ്ലേവർ ആണ്. അങ്ങനെ വേറെ ഒന്നും ആഡിന്റെ കയ്യില്ല, നല്ല പൊളപ്പനായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അവനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മൾ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്, നമുക്ക് കുറച്ച് വിന്താലും എടുത്തിട്ട് പിടിപിടിക്കാം. ഇത് ഒരു ദിവസം ഇരിക്കുകയാണെങ്കിൽ നല്ല കലക്കനാവും. നമ്മൾ ഇപ്പോഴേ ട്രൈ ചെയ്ത് അങ്ങ് പിടയ്ക്കാൻ പോവാം. നമുക്ക് ആ വിന്താലും എടുത്തിട്ട് എങ്ങനെയുണ്ട് നോക്കാം. പൊളി, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങോട്ട് പോരെ, കയറി പോരെ. മീറ്റ് നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. കലകം വിന്താലും ഒരു രക്ഷയില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നല്ല കലക്കം വിന്താലും ആണ്. നല്ലൊരു ഡിഫറെന്റ് സ്റ്റൈലിൽ ഒരു ഗോവൻ വിന്താലും ക്രിസ്മസിന് പിടയ്ക്കാം. ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ലൈക്ക് അടിക്കുക വീഡിയോയ്ക്ക്, പിന്നെ പരമാവധി ഷെയർ ചെയ്യുക, എല്ലാവരിലേക്ക് എത്തിക്കാൻ നോക്കുക. പിന്നെ നമ്മുടെ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. പുതിയ രുചികളെ പറ്റി നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ അടുത്ത ആഴ്ച ഇതേപോലെ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ പാസ്പോർട്ടും സൈനിങ്.